റമീസിന്റെ ഫാനായി ഞാൻ. അന്ന് റമീസ് കിടക്കി. റമീസ് മോനെന്താ 5:00-ക്കാണോ രാവിലെ എഴുന്നേറ്റ് അവിടെ പോയത് ആ കടയിലേക്ക്? മോന് ഷൂ വേണോ? കൈ കൊല്ലു പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത്? ആ സമയത്ത് എനിക്ക് പറഞ്ഞാൽ 4 മണിക്ക് നമ്മള് വേറെ വീട്ടിൽ നടത്താൻ കഴിച്ചിട്ട് പോയതാണ്. ഷൂ കിട്ടുമെന്ന് വിചാരിച്ചു. സത്യക്കായോ? ഞാൻ ആ ഒറ്റ എടുത്ത് വെച്ചാണ്. അവര് പറ്റിച്ചു നമ്മളെ അല്ലേ? കടക്കാരെ ഞാനെ പണി പോയി. പറ്റിച്ച് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അവനെ 2 ദിവസം മുന്നേ അങ്ങനെ പറയുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരു ഉറപ്പ് അടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് എന്തായാലും പോകണം. അങ്ങനെ തലേ ദിവസമേ അവൻ ഉറങ്ങാൻ സമ്മതിച്ചില്ല. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് നോക്കാം പോവാന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരുപാട് ആളുണ്ടാവും, ഇല്ല നമുക്ക് പോവാന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് അപ്പോഴാണ് സംഭവം. പിന്നെ ലാത്തിച്ചാർജൊക്കെ ഉണ്ടാകുമ്പോൾ അവന് ഓടി കശിലായിരുന്നു. അല്ലാണ്ട് അത് 4 മണിക്കൊക്കെ ആളെത്തിക്കണം അവിടെ. 4 മണിക്കൊക്കെ അവിടെ ആള് നിൽക്കുന്നുണ്ട്, കാരണം ലൈൻ നിൽക്കുന്നുണ്ട്. പിന്നെ അതിന്റെ മുന്നേ കുറെ ആളുകൾ പറഞ്ഞു, കുറെ ആള് വന്ന് പോയതാണ്. 10 മണിക്കും കൊടുക്കുന്നു. ടോക്കൺ കൊടുത്തു. ഇവിടെ ആരൊക്കെ സ്റ്റുമ്മൊക്കെ ഉണ്ട്, സ്റ്റുമ്മ സഹോദരൊക്കെ ഉണ്ട്. അപ്പോ റമീസ് നമ്മൾ ഈ ഷൂ നമുക്കൊരു ഷൂ കൊടുക്കുക, ഒരുപാട് ആൾക്കാർ ഷൂ ഓഫർ ചെയ്തിട്ടുണ്ട്. കുറെ ആള് ഇന്നലെ വന്നിട്ടുണ്ട്. പിന്നെ മറ്റേ ഐമാക്സ് എന്ന് പറഞ്ഞ രാമനാട്ടുകാരെ അവർ വിളിച്ചിട്ടുണ്ട്. പിന്നെ മറ്റേ എന്താണ് മലപ്പുറത്തുനിന്ന് ഒരാൾ ഇന്നലെ വിളിച്ചിരുന്നു. തൊപ്പി കണ്ടില്ലേ? ഇതൊരു ഇവന്റ് ഐക്കണാണ് അല്ലേ? തൊപ്പിട്ടുള്ളൂ. പള്ളിയിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയ ഒരാളാണ്. ഇത് ഷൂ ആണ്. ഞാൻ 8ലാണ് പഠിക്കണേ. ഫറൂഖ് സ്കൂൾ തന്നെയാണ്. സെക്കൻഡറി സ്കൂളാണ് എന്റെ സ്കൂളാണ്. സ്കൂള് കുറെ ഫാൻ ബേസ് ഒക്കെ ഉണ്ട്. ഇതേമാതിരി കുട്ടികള് ഓരോരുത്തർ വിളിക്കുകയും പിന്നെ കുറെ പേര് വിളിച്ചിന്. പിന്നെ ഒരു കുട്ടികൾ ആ ക്ലാസ് കയറുന്നതിന് കുറെ ഫാൻ ബേസ് കുട്ടികള് പിന്നെ ഫോട്ടോ എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആൾക്കാരുണ്ട് സെൽഫി അല്ലേ? ഇവിടെ എടുത്ത് ക്യാമറ അപ്പൊ അവിടുന്ന് കുട്ടികളും കൗൺസിലർമാരൊക്കെ ഫോട്ടോ ചെയ്യും. ഷൂ ഒന്ന് നോക്കി എങ്ങനെയുണ്ട്? ഷൂ ഇഷ്ടപ്പെട്ടു നോക്കി തുറന്നു നോക്കിയൊന്ന് തുറന്ന് കാണണ്ടേ? ഷൂ മാത്രമല്ല കേട്ടോ, ഷൂ മാത്രമല്ല. വെൽക്കം വെൽക്കം. നമുക്ക് പെരുന്നാളൊക്കെ ആണല്ലോ, പിന്നെ എന്താണ് പെരുന്നാൾ സമ്മാനം കൂടി ഉണ്ടല്ലോ. നോമ്പ് തുറന്നിട്ട് കൊടുക്കാം. നോമ്പ് തുറന്നിട്ട് കൊടുത്താ ഒരു ചോക്ലേറ്റ്, ഒരു ഷർട്ടാ. വെരി ഗുഡ് വെരി ഗുഡ്. ഫ്രണ്ട്സിന് കേട്ടോ. അടിപൊളി. സന്തോഷമായില്ലേ റമീസേ? അടക്കാൻ നമ്മള് പറ്റിക്കൂല. റമീസേ മോനെ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ? ഈ നമ്മളെ പഠിക്കുന്നുണ്ടല്ലേ? കുറച്ച് പഠിക്കുന്നുണ്ട്. ബാക്കി കുറച്ച് കളിയാണോ? കുറച്ചേടോ ഫുട്ബോൾ കളിക്കാനുണ്ടോ? ഫുട്ബോൾ കളിക്കാനുണ്ടോ? ഇഷ്ടമുള്ള കളി ഏതാ? ഫുട്ബോള്. എന്താ രഞ്ജിത്ത് അങ്ങനെ ഫുട്ബോളും കൂടെ വാങ്ങിച്ചു തരും കേട്ടോ. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഒരു ഫുട്ബോളും കൂടെ വാങ്ങിച്ചു തരും. അപ്പൊ കളിച്ചോ. പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് പരീക്ഷയൊക്കെ നന്നായിട്ട് എഴുതിയിട്ട് കേട്ടോ റമീസേ? അവൻ സന്തോഷമായില്ലേ? എന്തിനായിട്ട് പോയിരുന്നു പഠിച്ചോ? ദൈവം ആരോഗ്യ ആദ്യത്തെ എടുക്കട്ടെ. ഒരുപാട് സന്തോഷം. കൂടെ നിൽക്കുന്നവരുണ്ടല്ലോ, കൂട്ടുകാരുടെ പേരും കൂടി ഒന്ന് പറയാമോ?
റഹീസിന്റെ ആർമി റമീസിന്റെ രാജി നമ്മളൊക്കെ റമീസിന്റെ ഫ്രണ്ട്സ് സംഭവം മിഠായി. അപ്പോ കുറെ ആൾക്കാരുണ്ട് അവിടെ, പുറത്തൊക്കെ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, നാട്ടുകാരൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ. അപ്പോ വലിയ ആഘോഷമാണ് സത്യം പറഞ്ഞാൽ. റമീസിന് ഒരുപാട് ഷൂവും ഓഫറുകളൊക്കെ ഉണ്ട്. രഞ്ജിത്ത്, നമുക്കൊരു ഫുട്ബോളും കൂടി വാങ്ങിച്ച് കുട്ടികൾക്ക് കൊടുക്കണം. പരീക്ഷ കഴിഞ്ഞിട്ട് എടുത്താൽ മതി കേട്ടോ റമീസേ. ഫുട്ബോൾ കൊടുക്കാം. ആ ഫുട്ബോൾ കൂടി ഞങ്ങൾ വൈകുന്നേരം റമീസിൽ എത്തിക്കാം. കൂട്ടുകാരൊക്കെ കളിച്ച് അടിച്ചു പിടിച്ചോ. ഓക്കെ മോനെ. ഓക്കെ സാർ. ഓക്കെ. അപ്പൊ എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ നേരത്തെ തന്നെ തരുന്നു കേട്ടോ. അപ്പൊ കാര്യങ്ങളൊക്കെ ഉഷാറായി നടക്കട്ടെ. താങ്ക് യു. അപ്പോൾ ഇപ്പോൾ പ്രേക്ഷകരെ